നമസ്കാരം. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിരന്തരമായി അവിടെ വിവാദങ്ങൾ ഉയരുന്നു, വിവാദ മരണങ്ങളുണ്ടാകുന്നു. ഇതൊക്കെ തന്നെ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരാരും തന്നെ ഇത് കണ്ടതായി ഭാവിക്കുന്നില്ലേ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനായി ഇപ്പോൾ ഒരു പ്രത്യേക മന്ത്രി തന്നെ ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ 2 പിണറായി മന്ത്രിസഭകളിലും വിദ്യാഭ്യാസ വകുപ്പിനെ 2ആക്കി ഉന്നത വിദ്യാഭ്യാസത്തിനായി ഒരു പ്രത്യേക മന്ത്രിയെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇവിടെ നടക്കുന്നത് മുഴുവൻ പ്രശ്നങ്ങളാണ്. വയനാട് പൂക്കോട്ടെ വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമാണ് കേരളത്തിൽ ഉയർന്നത്. ഒടുവിൽ സർക്കാരിന് നിവൃത്തിയില്ലാതെ CBI അന്വേഷണത്തിന് തന്നെ ഉത്തരവിടേണ്ടി വന്നു. ആ അവസ്ഥയിലേക്ക് കൊണ്ട് നിർത്തി. SFI ഇന്നും പ്രതിക്കൂടി നിൽക്കുന്ന ഒരു സംഭവമാണ് പൂക്കോട്ടെ ഈ സിദ്ധാർത്ഥൻ്റെ ദുരൂഹ മരണം. ഇതിന് തൊട്ട് പിന്നാലെയാണ് കേരള സർവകലാശാല യുവജനോത്സവത്തിലെ വിധികർത്താവായിരുന്ന PN ഷാജിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെട്ടത്. ഷാജി അടക്കം 4 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ബാക്കി 3 പേരിൽ 2 പേർ നൃത്ത പരിശീലകരും ഒരാൾ സഹായിയുമാണ്. കേരള സർവകലാശാല യൂത്ത് ഫെസ്റ്റിവലിലെ ഏറെ വിവാദമായ മത്സരമായിരുന്നു മാർഗംകളി. കോഴ ആരോപണത്തെ തുടർന്നാണ് മത്സരത്തിൻ്റെ ഫലം തടഞ്ഞു വെച്ചത്. ഷാജിയുടെ ഫോണിലേക്ക് ഇടനിലക്കാർ മത്സരാർത്ഥികളെ തിരിച്ചറിയാൻ കൊടുത്ത ചിത്രങ്ങൾ സംഘാടകർ പോലീസിന് കൈമാറുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ താൻ നിരപരാധിയാണെന്നും കോഴ വാങ്ങി വിധി നിർണ്ണയം നടത്തിയിട്ടില്ലെന്നും വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ആത്മഹത്യക്കുറിപ്പിലുണ്ട്. സത്യം 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 എന്ന് 3 തവണ എഴുതിയിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് ഹാജരാകാൻ തിരുവനന്തപുരം ഗവൺമെൻറ് പോലീസ് ഷാജിക്ക് നോട്ടീസും നൽകിയിരുന്നു. നേരത്തെ ഷാജി ഉൾപ്പെടെ 3 പേരെ പോലീസ് ഇക്കാര്യത്തിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതേസമയം ഇവിടെ ഉയരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. SFI ആണ് കേരള സർവകലാശാല യൂണിയൻ ഭരിക്കുന്നത്. തിരുവനന്തപുരത്തെ തന്നെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ കോളേജുകളിലും SFI തന്നെയാണ് ഭരണം നടത്തുന്നത്. അവരാണ് ഇത്തരത്തിലുള്ള ഒരു ജഡ്ജിനെ കൊണ്ടുവന്നത്. ഷാജിയെ കൊണ്ടുവന്ന SFIക്കാർക്ക് തീർച്ചയായും അദ്ദേഹം ആരെന്ന് അറിയാമായിരിക്കുമല്ലോ. കൂടാതെ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു പരാതിയും മറ്റ് സംഭവങ്ങളും ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച് സ്വാഭാവികമായും ഒന്ന് അന്വേഷിക്കേണ്ടി വരും. പലപ്പോഴും SFI യൂണിയൻ ഭരണം നിയന്ത്രിക്കുന്ന കോളേജുകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള മത്സരങ്ങൾക്ക് വിധികർത്താക്കളായി എത്തുന്ന പലരോടും തങ്ങൾ നിർദ്ദേശിക്കുന്നവരെ വേണം വിജയികളെ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് SFI നേതാക്കൾ ആദ്യം സ്നേഹത്തിൻ്റെ ഭാഷയിലും പിന്നീട് ഭീഷണിയുടെ ഭാഷയിലും ആവശ്യപ്പെടുന്നതായി നിരവധി തവണ പരാതികൾ നേരത്തെ ഉയർന്നിരുന്നു. പല സർവകലാശാല മത്സര വേദികളിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഉയർന്നിരുന്നു. പക്ഷേ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഷാജിയുടെ ദേഹത്ത് മർദ്ദനമേറ്റ പാടുകളുണ്ട് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഷാജിക്ക് എന്താണ് സംഭവിച്ചത്? തിരുവനന്തപുരത്തെ പ്രശസ്തമായ പല SFI ഭരിക്കുന്ന കോളേജുകളിലും ഇടിമുറി ഉണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്ന ഒരു കാര്യം. ഒരുപക്ഷെ ഷാജിയെയും തങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ഒരുപക്ഷെ മാർക്കിടാൻ വിസമ്മതിച്ചതിന് SFIക്കാർ മർദ്ദിച്ചിരുന്നോ എന്ന് ആദ്യം തന്നെ ഒന്ന് അന്വേഷിക്കേണ്ടി വരും. മറ്റൊന്ന്, ഇദ്ദേഹത്തിനെ ഈ കേസിൽ പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല. സംഘാടകർ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി നൽകിയത് എന്നുള്ളത് അതിവിചിത്രമായ ഒരു കാര്യമാണ്. കാരണം ഷാജി കൊണ്ടുവന്നവർ തന്നെയാണ് ഷാജിക്കെതിരെ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് അങ്ങേയറ്റം സംശയം ഉണർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും കേരളത്തിലെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ വേദികളിലും അല്ലെങ്കിൽ കോളേജ് തല മത്സരങ്ങളിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പണ്ട് ഉയർന്നിട്ടുണ്ട്. ഇപ്പോഴും സജീവമാണ്. ഇത്തരം ഈ വിധികർത്താക്കളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ അവർക്ക് സ്വാധീനിച്ചു എന്നുള്ള ആരോപണമൊക്കെ തന്നെ. പക്ഷേ അത് SFI ഭരിക്കുന്ന കോളേജുകൾ അല്ലെങ്കിൽ കോളേജ് യൂണിയനിൽ യൂണിവേഴ്സിറ്റി യൂണിയനിലാണെങ്കിലും അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ തീരുമാനിക്കുന്ന ആളുകൾ വിജയിക്കുന്നു, അവർ തീരുമാനിക്കുന്ന വിധികർത്താക്കളാണ് അവിടെ മാർക്കിടാനിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോഴും ഒരു പരസ്യമായ രഹസ്യമാണ്. മറ്റുള്ളവർക്കാകട്ടെ കേരളത്തിലെ മറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് ആ ഭാഗത്തൊക്കെ തിരിഞ്ഞു നോക്കാനോ ഇതിൽ ഇടപെടാനോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിധികർത്താക്കൾ ഇത്തരത്തിലുള്ള തീരുമാനമെടുത്തു എന്നുള്ളത് ചോദ്യം ചെയ്യാനോ ഒന്നും തന്നെ കഴിയാത്തൊരവസ്ഥയാണ് കേരളത്തിലുള്ളത്. കേരളത്തിലെ ക്യാമ്പസുകളുടെ കാര്യം നമുക്കറിയാം. സിദ്ധാർത്ഥൻ പൂക്കോട്ടെ വെറ്റിനറി കോളേജിൽ അനുഭവിച്ച ക്രൂരമായ ശാരീരിക പീഡനങ്ങൾ നമുക്കറിയാം. ഈ ഒരു സന്ദർഭത്തിൽ ഈ ഷാജിയുടെ മരണത്തെക്കുറിച്ചും തീർച്ചയായും ഒരു വിശദമായ അന്വേഷണം തന്നെയാണ് നടത്തേണ്ടത്. ഇത് ഒരു പക്ഷേ സിദ്ധാർത്ഥൻ്റെ മരണത്തിൻ്റെ തൊട്ട് പിന്നാലെ എത്തിയ SFIയുടെ പേരിൽ വീണ്ടും ഒരു കളങ്കമേറ്റിട്ടുള്ള ഈ ഒരു സംഭവം, ഇതിൽ നിന്ന് ഒരിക്കലും SFI നേതാക്കൾക്ക് മാറി നിൽക്കാൻ കഴിയുകയില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നറിയണമെങ്കിൽ ഇതിന് ഒരു ജുഡീഷ്യൽ അന്വേഷണം പോലെയുള്ള അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് വേണം അന്വേഷിപ്പിക്കാൻ. അതല്ലാതെ കേരള പോലീസ് തന്നെ അന്വേഷിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ നമ്മൾ കണ്ടതാണ്. ഏതായാലും കേരളത്തിലെ കലോത്സവ വേദികൾ
ഇത്തരത്തിലുള്ള ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരുടെ കൈകളിലേക്ക് പോവുകയും അവർ തീരുമാനിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്യുകയും ഇതിനെ എതിർക്കുന്നവരെ ഭീഷണിപ്പെടുത്തുകയോ കയ്യേറ്റം ചെയ്യുകയോ ചെയ്യുന്നതൊക്കെ തന്നെ നിത്യസംഭവമായ കേരളത്തിൽ ഇതേക്കുറിച്ച് ഷാജിയുടെ മരണത്തെക്കുറിച്ചും സർക്കാർ തീർച്ചയായും അന്വേഷിക്കണം. അത് നിഷ്പക്ഷമായിരിക്കണം. അതല്ലെങ്കിൽ നാളെയും കേരളത്തിലെ കലോത്സവ വേദികളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയുകയില്ല.